ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തിരുന്നു. അപ്പോൾ രാവിലെ എന്നത്തെ പോലെ തന്നെ നേരത്തെ 4:30 മണിക്ക് എണീച്ച് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അത്. പാറ്റകളൊക്കെ ആകെ പൊടിഞ്ഞിട്ട് ലൈറ്റ് ഇട്ടിട്ടൊക്കെ അടുക്കളയ്ക്കൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാത്രത്തിലൊരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ കുറേ പാറ്റകൾ ഇതിലേക്ക് വന്ന് ചാടുന്നുണ്ട് കേട്ടോ. അടുക്കളയിൽ ഒരു പണിയെടുക്കാൻ പറ്റുന്നില്ല. ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ പാറ്റകൾ അവിടെ വന്ന് നിൽക്കുമല്ലോ. അങ്ങനെ അടുക്കളയിൽ ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടാണ് കേട്ടോ അവിടെ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഫുഡിലൊക്കെ വന്ന് ചാടുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ലൈറ്റ് അവിടെ ഓഫാക്കിയിട്ട് ഇവിടെ വിളക്ക് കത്തിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പാറ്റകളൊക്കെ വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ മഴ സ്റ്റാർട്ടിങ്ങിലാണ് ഇങ്ങനെ പാറ്റകൾ വരുന്നൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മഴ പെയ്ത് പാതിയായല്ലോ. ഇപ്പം എന്താ പെട്ടെന്ന് പാറ്റ അങ്ങനെ പൊടിഞ്ഞിരിക്കണമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഞങ്ങളൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഇതേപോലെ അന്നൊന്നും ഇങ്ങനെ റോഡ് സൈഡിലൊന്നും നമ്മളെ സ്ട്രീറ്റ് ലൈറ്റൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. സ്കൂളിൻ്റെ മുറ്റത്തായി ആയതുകൊണ്ട് ഒരു ലൈറ്റ് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രിയൊക്കെ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം രാവിലെ സ്കൂളിലേക്കും മദ്രസക്കൊക്കെ പോകുമ്പോൾ സ്കൂളും മദ്രസൊക്കെ അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് പൈപ്പിൻ്റെ ചോട്ടിലായിട്ടായിരുന്നു ഈ ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കാണാൻ നിറയെ പാറ്റകൾ ഇങ്ങനെ ചിറകൊക്കെ വീണിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വന്ന പിന്നാലെ തന്നെ നമ്മളെ നീച്ച് എൻ്റെ പിന്നാലെ വരും കേട്ടോ. അപ്പോൾ ഒന്ന് പാറ്റനെ കണ്ട മൂപ്പർക്കെല്ലാം കുശിയായിക്കണം. അപ്പോൾ പാറ്റനെ പിടിച്ച് തിന്നുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് ഞാൻ പൂച്ചക്കുട്ടി. ഇപ്പോൾ സംഭവം മൂപ്പർ വന്ന സമയം മുതൽ ഞാൻ കിടക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ പിന്നാലെ ഓടി വരും കേട്ടോ. അപ്പോൾ ഞാൻ പിടിച്ച് ഹാളിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അങ്ങനെ പോവലാണ് കേട്ടോ. അപ്പോൾ അതേമാതിരി തന്നെ ഞാൻ എണീക്കുന്ന സമയത്ത് തന്നെ അതും എണീച്ച് വരും കേട്ടോ. അപ്പോൾ പാറ്റനെ പാത്രത്തിൽ കണ്ടിട്ട് ഒരു സമാധാനം ഇല്ലായിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വിളക്കൊന്നും ഒരു പ്രശ്നയിലേക്ക് തല ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒച്ചിട്ടുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് തന്നെ കാട്ടിയിട്ടും ആട്ടി വിട്ടിട്ടും പോകുന്നില്ല കേട്ടോ പാറ്റനെ പാത്രത്തിൽ കണ്ടിട്ട്. അപ്പോൾ മിനിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ഇങ്ങനെ കണ്ടു കേട്ടോ. അതേപോലെ പാറ്റ പൊടിഞ്ഞിട്ട് പാറ്റനെ അങ്ങനെ ചിറകൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള ചാക്കിലിട്ടിട്ട് ഇങ്ങനെ വാരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവരത് കഴിക്കുന്നതാണ്, ഫുഡാക്കി കഴിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വന്നിട്ട് അതിനെ നല്ല കഴുകിയൊക്കെ എടുത്തിട്ട് നമ്മളെ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ചില്ലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ മസാലയൊക്കെ ചേർത്ത് പൊരിച്ചിട്ട് അവർ കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊക്കെ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പാറ്റ പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കവറിൽ വാരിയിട്ടിട്ട് അതിനെടുത്തിട്ട് പുഴയ്ക്ക് പോയി മീൻ പിടിക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പാറ്റനൊക്കെ അവിടെയൊക്കെ നിറയെ ഉണ്ടായിരുന്നതൊക്കെ അടിച്ച് വാരി ഇട്ടൊക്കെ ഇപ്പോൾ അടുക്കളയിൽ ഇവിടെ സൈഡിലൊക്കെ ചെറുതായിട്ട് വീണ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കള ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഡപ്പ ഇത് പാലിൻ്റെ ആടെടുത്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് നെയ്യാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആട്ടാതെയാണ് കേട്ടോ ഞാനിപ്പോൾ നെയ്യ് ഉരുക്കിയെടുക്കൽ. അപ്പോൾ കുറച്ച് ആകുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഉരുക്കിയെടുക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിനേക്കാളും നല്ലത് വലിയൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ആ പാത്രം നിറയുന്ന സമയത്ത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് 2 മാസത്തോളമായിട്ടുണ്ട് കേട്ടോ ഇത് പാലിൻ്റെ ആട ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴാണ് അത് ഫില്ലായത്. ഇപ്പോൾ ഞാൻ 1.5 ആടായിട്ടുള്ളൂ പാല് വാങ്ങാറ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് 2 മാസമൊക്കെ വറ്റി ആകട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ പണികളൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ പണികളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കിന് ഇത്രയും ഉരുകി വറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നെയ്യ് ആയി വരുന്നുണ്ട്. അപ്പോൾ നല്ല പതയൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് കുറച്ച് കുടംപുളിയും കൂടി മോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കുറച്ച് കുടംപുളി കുറച്ച് തോനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വിറകൊക്കെ ഉണ്ടായിരുന്ന അതുകൊണ്ട് ഞാൻ അടുപ്പിൻ്റെ മേലേക്ക് ഇട്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഉണക്കിയെടുത്തു. അപ്പോൾ ഇപ്രാവശ്യം കുടംപുളി മോള് വേണോ ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് കേട്ടോ. എന്നാലും ഇവിടെ കുറച്ച് കൊടുത്തയച്ചു വെച്ച് എങ്ങനെയെങ്കിലും ഉണക്കിക്കോ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് കൊടുത്തയച്ചു. അപ്പോൾ ഞാനത് വെട്ടിയിട്ട് എങ്ങനെയും ഉണക്കുക. വെയിലാണെങ്കിൽ ഈ 2 ദിവസമായിട്ട് വെയിലേ ഇല്ല കേട്ടോ. വെയിലിലാണെങ്കിൽ വേഗം നല്ല വെയിലൊക്കെ ആണെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ തന്നെ ഒന്ന് വാടിക്കിട്ടും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് തന്നെ അറിയുന്നില്ല. പിന്നെ ഞാൻ
അപ്പോൾ ഏതായാലും ഒക്കെ ഒന്ന് വെട്ടി ഇതളാക്കി എടുക്കാൻ വെച്ചിട്ട് അങ്ങനെ നന്നാക്കി എടുക്കണം. അപ്പോൾ ഇന്ന് ഏതായാലും ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച നമുക്ക് ഏതായാലും കുറച്ച് അധികം പണികളുണ്ടാവും കേട്ടോ. എല്ലാം ഒതുക്കി പൊറുക്കി വെക്കാനും ഒരുപാട് പണികളുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ കൂടെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളേക്കൊക്കെ പിന്നെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കുടംപുളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരു നല്ല ടേസ്റ്റാണ് കേട്ടോ തിന്നാൻ, നല്ലൊരു മധുരമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ പല്ല് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലിനൊരു കറ വരും കേട്ടോ, അതുകൊണ്ട് തിന്നാനും പേടിയാണ്. അപ്പോൾ ഇത്രയും പുളിയാണ് കേട്ടോ ഉള്ളത്. ഇനി ഇത് ഉണക്കിയെടുത്താൽ കാക്കിലം പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ദോശക്കല്ല് സ്റ്റൗവിൻ്റെ മേലെ വെച്ചൊന്ന് നല്ല ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലൊന്ന് പരത്തി വെച്ച് കൊടുത്താൽ ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി കിട്ടുമല്ലോ, അതുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് മഴയാണെങ്കിൽ ഇത് അങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിക്ക് മൂടിയൊന്നും വെക്കാതെ നമുക്ക് ഫ്രിഡ്ജിക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് അങ്ങനെ വാടി കിട്ടും. പിന്നെ അങ്ങനെ വെയിൽ വരുമ്പോൾ വെയിലത്തിട്ടിട്ടും അങ്ങനെ അങ്ങോട്ട് ഉണക്കിയെടുക്കണം. അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചായതുകൊണ്ട് നമുക്ക് പിന്നെ വേഗം എന്തെങ്കിലുമൊക്കെ കാട്ടി ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുടംപുളീൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ നെയ്യൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ അത് ആട്ടിയിട്ട് കുറേ അതിൻ്റെ പിന്നെ വേസ്റ്റൊന്നും പോകാത്തതുകൊണ്ട് കേട്ടോ നിറയെ കക്ക പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല നെയ്യ് വാങ്ങിയ അതേ കുപ്പിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഫ്രിഡ്ജൊക്കെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഞങ്ങൾ നെയ്യ് എടുത്ത് വെക്കുന്ന സമയത്ത് ഭയങ്കര ബാഡ് സ്മെല്ല് വരുന്നതായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒറിജിനൽ നെയ്യ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച ആ നെയ്യിനേക്കാളും ഒരു പ്രത്യേകിച്ചൊരു നല്ല കളറുണ്ട് കേട്ടോ ഈ നെയ്യിന്. അപ്പോൾ ഞാൻ അരിപ്പയിൽ അത് അരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ അതിലങ്ങനെ ഒഴുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പയിൽ അരിച്ചെടുത്തത്. അപ്പോൾ ഈ ഒരു പാത്രത്തിന് നിറയെ നെയ്യ് കിട്ടിയിട്ടുണ്ട്. നിറയെന്ന് വെച്ചാൽ ഒരു 3/4 ഭാഗോളം ഇതിൽ നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തതും കൂടിയിട്ട് കുപ്പി നിറഞ്ഞു. ബാക്കി ഞാൻ അടുത്ത നെയ്യൊക്കെ ഉറ്റി വരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യ് ഒന്നും കൂടെ ഒന്ന് ചൂടാറാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം ഇറങ്ങും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ആറാൻ വേണ്ടി വെക്കുക. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് നല്ലൊന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് അടച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പണി ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ, കുടംപുളീൻ്റെയും നെയ്യിൻ്റെയും പണി. പിന്നെ ഇത് വന്നിട്ട് ഫാഷൻ ഫ്രൂട്ട് ഞാൻ അന്ന് ഒരു സ്ക്വാഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് സ്ക്വാഷ് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാവരും കുടിച്ചായിരുന്നു കേട്ടോ. ആദ്യം ഫാഷൻ ഫ്രൂട്ടൊന്നും തൊണ്ടവേദന വരുമെന്ന് പറഞ്ഞിട്ട് തിന്നാത്തവരൊക്കെ ജ്യൂസ് ചോദിച്ച് വാങ്ങി കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോള് കുടംപുളി കൊടുത്തു വിട്ടപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൊണ്ടൊക്കെ എടുത്തിട്ട് പൾപ്പ് മാത്രം ഒരു ബോട്ടിലാക്കി കൊടുത്തു വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ഹാപ്പി 7 ഡേയ്സിൽ നല്ല ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ 249 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന നറുക്കെടുപ്പിലൂടെ കൈ നിറയെ സമ്മാനങ്ങളൊക്കെ നേടാം കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഹാപ്പി ഓണം, മെഗാ ഓണം ഹാപ്പി 7 ഡേയ്സിൻ്റെ കൂടെ ആഘോഷിക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഓഫറുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ടിക്ക് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിൻ്റെ അതൊരെണ്ണം ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചിരവ അതും ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റത് വലിയ സാധനങ്ങളൊക്കെ അപ്പോൾ നമുക്ക് എടുക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഇല്ല കേട്ടോ. ഇത് വന്നിട്ട് എയർ ഫ്രയറിൻ്റെ ആണ് കേട്ടോ. 5290 2590 കിട്ടുന്നുണ്ട്. അത് 3 കമ്പനീൻ്റെ ഉണ്ട് കേട്ടോ. 3 കമ്പനീൻ്റെ ഉണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് ഒരു തുടക്കുന്നതിൻ്റെയും കൂടെ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് പിന്നെ ഓഗസ്റ്റ് 21 to 30 വരെയാണ് കേട്ടോ സമയം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 3 സാധനങ്ങൾ ഒന്ന് ടിക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അതൊരു പോവുകയാണെങ്കിൽ അതൊന്ന് വാങ്ങിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇവിടെ വന്നത് മുതൽ ഹാപ്പി 7 ഡേയ്സ് തന്നെയാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ.